ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജപ്പാനീസ് വൈറൽ യോഗട്ട് ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. എന്ത് കണ്ടാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാണ്ടൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പം വലിയ ടേസ്റ്റൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുണ്ടായത്, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും. പിന്നെ ഒരു സ്പൂണ് കോഫിയിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്, ഗ്രീക്ക് യോഗട്ടും ബിസ്കോഫും മാത്രമാണ് കേട്ടോ. പക്ഷേ നമുക്കത് അത്രയ്ക്ക് ടേസ്റ്റ് നമ്മുടെ രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ഇങ്ങനെയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം 1 കപ്പോളം യോഗട്ട് എടുത്തിട്ടുണ്ട്, പുളിയില്ലാത്ത യോഗട്ട് എടുക്കുക. അത് നമ്മൾ ഇതിലൊന്ന് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫി ഇല്ലേ, അതിൽ നിന്നൊരു ടേബിൾ സ്പൂണുകളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കോഫിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്ന ആ ഒരു ഇതുവരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കണക്കൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ കൊക്കോ പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. പിന്നെ ഇതിലോട്ട് ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഈ ഒരു കൊക്കോ പൗഡറും കോഫിയും ചേർക്കുന്നത്. കോഫി മാത്രം ചേർത്തിട്ടേ കണ്ടിട്ടുണ്ടായിട്ടില്ലോ, പക്ഷെ നമുക്ക് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടുമല്ലോ, അങ്ങനെ ചേർത്തതാണ്. പിന്നെ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഹണി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മധുരമൊക്കെ നോക്കിയിട്ട് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടുള്ള തേൻ ഒഴിച്ച് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ ബിസ്ക്കറ്റ് എടുക്കുമ്പം എന്തായാലും ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് തന്നെ എടുത്തോ, അതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. ഇതിൽ എല്ലാവരും പറയുന്ന പോലെ വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള ബിസ്ക്കറ്റൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു പാക്കറ്റിന് 30 രൂപ അങ്ങനെ ഉള്ളൂ. നമ്മുടെ ഏത് ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയല്ലേ, 30-40 രൂപയൊക്കെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എല്ലാ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്, ആദ്യമൊന്നും അങ്ങനെ കിട്ടലില്ല കേട്ടോ, ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫിൻ്റെ മിക്സിലെ അതിലോട്ട് ഓരോ ബിസ്ക്കറ്റായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി പോകും. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ ഇതിലോട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു യോഗട്ടിൻ്റെ മിക്സിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ എടുക്കുന്ന ആ ഒരു സെർവിങ് ബൗളിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് യോഗട്ടും പിന്നെ ബിസ്ക്കറ്റും ഒക്കെ എത്രത്തോളം വേണമെന്നുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചേർത്തതിന് കുറച്ചുകൂടി ടേസ്റ്റ് ആവും. പക്ഷേ ഈ ഒരു നമുക്ക് ഇത് സെറ്റായി കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടില്ല, കാരണം കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് കുറച്ച് ലൂസായി പോയാൽ ആ ഒരു ടെക്സ്ചർ കംപ്ലീറ്റ് മാറൂലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കാതിരുന്നേന്ന് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് നോക്കിക്കോ, അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും. ഇനി എല്ലാ ബിസ്ക്കറ്റും ഇതിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 6-7 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴേ നല്ല സെറ്റായിട്ട് കിട്ടുക. ഞാൻ കുറച്ച് ടൈം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ പുറത്ത് 1 മണിക്കൂറൊക്കെ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഹണിയോ കണ്ടൻസ് മിൽക്ക് എന്തായാലും ചേർത്ത് കൊടുത്തോ, ആ ഒരു പുളിപ്പ് മാത്രമാകുമ്പം എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ യോഗട്ടിൽ ചെയ്തപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, വേറെ ഒരു ഫ്ലേവർ, ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലേവർ. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഈ ഒരു ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്യുക, വേറെ ബിസ്ക്കറ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചെറിയൊരു ക്വാണ്ടിറ്റി എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.